കുട്ടികൾക്കിടയിൽ അക്രമം തന്നെ ലഹരിയായി മാറിയെന്ന് മന്ത്രി എം.പി. രാജേഷ്. ക്യാമ്പസുകളിലെ അരാഷ്ട്രീയതയും സിനിമകളുമെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. ലഹരി വ്യാപനം തടയാൻ സ്കൂളുകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പുതുതലമുറ മുഴുവൻ കൊള്ളരുതാത്തവരാണെന്ന പ്രചാരണം നേരിടണമെന്ന് പി.സി. വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗവും അക്രമങ്ങളും കൂടുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ അക്രമം തന്നെ ലഹരിയാകുന്നു. സിനിമകൾ, വെബ് സീരീസുകൾ എന്നിവ എല്ലാം ഇതിന് കാരണമാണ്. ക്യാമ്പസുകളിലെ അരാഷ്ട്രീയത ലഹരി ഉൾപ്പെടെ ഉയരാൻ കാരണമാണെന്നും എം.പി. രാജേഷ് സഭയിൽ പറഞ്ഞു. കുട്ടികൾക്കിടയിൽ അക്രമവാസന ഉണ്ടാവുന്നുണ്ട്. നമ്മളതിനെ കുറ്റവാളികൾ എന്നൊക്കെ വിശേഷിപ്പിക്കാമോ എന്നുള്ളതും അതൊരു മനഃശാസ്ത്രപരമായ ശരിയായ സമീപനമല്ല. കുറ്റവാളികൾ എന്നവരെ ചാപ്പ കുത്തുന്നത് ലഹരി പോലെ തന്നെ ഹിംസ ഒരു ലഹരിയായിട്ട് മാറുന്നുണ്ട്. വെബ് സീരീസുകൾ, സിനിമ, സാമൂഹിക മാധ്യമങ്ങളുടെ അഡിക്ഷൻ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സ്കൂളുകളിലും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നിരീക്ഷണത്തിനും പ്രഹാരി ആന്റി നാർക്കോട്ടിക് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും എക്സൈസ് മന്ത്രി പറഞ്ഞു. പുതുതലമുറ മുഴുവൻ കൊള്ളരുതാത്തവരാണെന്ന പ്രചാരണം സമാന്തരമായി നടക്കുന്നുണ്ടെന്ന് പി.സി. വിഷ്ണുനാഥ് എം.എൽ.എ. പറഞ്ഞു. കുട്ടികളെ ഈ സംഭവങ്ങൾക്ക് ശേഷം വല്ലാതെ അങ്ങോട്ട് സാമാന്യവൽക്കരിച്ച് ഈ പുതിയ തലമുറ മുഴുവൻ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്തവരും കൊള്ളരുതാത്തവരുമാണെന്ന ഒരു പ്രചരണവും കൂടെ സമാന്തരമായി നടക്കുന്നുണ്ട്. അതിനെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോ ഫ്ലഡിന്റെ സമയത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രതികരിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടിയാണ് എം.പി. രാജേഷിന്റെ മറുപടി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.